വിധി പകർപ്പ് പുറത്തു വരുമ്പോഴാണ് എന്തൊക്കെ വാദങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കുറ്റവിമുക്തരാക്കിയത്, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് എത്തിയത് എന്നതിന് ഒരു വ്യക്തത വരികയുള്ളൂ. സജോ ദേവസ്യ കോടതി വളപ്പിൽ തുടരുകയാണ്. സജോ ദേവസ്യ, പ്രതികളെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോയോ? സുജയ, പ്രതികളെ ഇതുവരെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടില്ല. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സമയ കാലതാമസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും അവരെ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോവുക. അതിനുവേണ്ടിയുള്ള വാഹനം ഇവിടെ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അവരെ ഇവിടെ നിന്ന് നേരെ വിയൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവരുടെ ശിക്ഷാ കാലയളവ് ആരംഭിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ വിധി എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് ഇനി നടക്കാനുള്ളത്. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇനിയും അങ്ങോട്ടേക്ക് നിയമ പോരാട്ടം, അപ്പീലടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതായത് പ്രോസിക്യൂട്ടറുടെ ഒരു വാക്യം ഇന്നത്തെ ദിവസം ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി കാത്തിരുന്ന ഒരു പാസ്പോർട്ടാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മേൽക്കോടതിയിൽ ഈ ഞങ്ങൾ പ്രോസിക്യൂഷൻ എന്ന നിലയ്ക്ക് തയ്യാറാക്കിയ ചാർജ് ചെയ്ത ഫ്രെയിമുകളും തെളിവുകളുമായി മേൽക്കോടതിയിലേക്ക് പോകും, അവിടെ നീതി കിട്ടും, ഇവിടെ കിടന്ന് വെന്തുരുകുകയായിരുന്നു എന്നടക്കമുള്ള പരാമർശങ്ങളുണ്ട്. അത് വരികൾക്കിടയിൽ വായിക്കണം. അതുകൊണ്ട് ഈ പോരാട്ടം, അതായത് ഇവിടെ നിന്ന് പ്രതികളുമായി വിയൂരിലേക്ക് പോയാലും ആ കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല. അതായത് അവരുടെ ശിക്ഷാ കാലയളവ് അവർക്ക് ഇപ്പോൾ ലഭ്യമായ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതുകൊണ്ട് 20 വർഷമാണ്. അതിൽ അവർ ഇതുവരെ അനുഭവിച്ച വിചാരണ തടവ് കൂടി കുറച്ചാൽ ഉള്ള ശിക്ഷയാണ് ഇവർക്ക് എല്ലാവർക്കും ലഭിക്കുക. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായ പ്രോസിക്യൂഷൻ കേസ് എന്നത് കൊട്ടേഷൻ ബലാത്സംഗമായിരുന്നു. A1, A8 എന്നിവർ പ്രധാനമായും ആസൂത്രണത്തിൽ പങ്കാളികളായി, മറ്റുള്ളവർ അതിൽ പങ്കെടുത്തു എന്ന നിലയ്ക്കായിരുന്നു ആ കേസ്. അത് നിലനിൽക്കുന്നില്ല എന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഈ വിധിയുടെ ഓപ്പറേറ്റീവ് പോർഷൻ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതിന്റെ വിശദമായ വിധിപ്പുറപ്പ് വരുമ്പോൾ എന്താണ് ആ വിധിന്യായത്തിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകും. മറ്റൊന്ന്, നേരത്തെ പ്രോസിക്യൂട്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ വാചകമാണ്. മുകളിലേക്ക് മേൽക്കോടതിയിലേക്ക് വളരെ വേഗത്തിൽ അപ്പീലിലേക്ക് പോകും. അത് പ്രോസിക്യൂഷൻ മാത്രമല്ല, പ്രതികളും പോകും. അവർ ഈ ചാർജുകൾ നിലനിൽക്കില്ല എന്നായിരിക്കും ബാധിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് പ്രതികളെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ഇവിടെ വാഹനം സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട കേസായതുകൊണ്ട് സുരക്ഷയടക്കമുള്ള കാര്യത്തിൽ വലിയ ശ്രദ്ധയും കരുതലും ആവശ്യമായി ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നേരെ പുറത്തേക്ക് ഇറക്കി ഇവിടെ ഒരുക്കി സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പോലീസ് വാഹനം തന്നെയാണ്. ആ വാഹനത്തിൽ കയറ്റിയായിരിക്കും നേരെ വിയൂരിലേക്ക് പോവുക. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. തുടർന്നായിരിക്കും വിയൂരിലേക്കുള്ള സഞ്ചാരം ഉണ്ടാവുക എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് 6 പ്രതികളെയും അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കോടതിക്കകത്ത് നടക്കുന്നുണ്ട്. അത് നേരെ, അതായത് ഈ വിധി എക്സിക്യൂട്ട് ചെയ്യുക എന്താണ് ഈ പ്രധാനം. അതായത് ഇപ്പോഴത്തെ ശിക്ഷാവിധിയാണ്. ഇതുവരെ അവർ റിമാൻഡ് തടവുകാരോ അല്ലെങ്കിൽ വിചാരണ തടവുകാരോ ഒക്കെ ആയിരുന്നു എന്താണ് പ്രധാനമായും കാണേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ ഈ ശിക്ഷ, ഇതിനകം പുറത്തു വന്ന ശിക്ഷാവിധി, ഇതുവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അതിന് ശിക്ഷാവിധി ഇല്ലായിരുന്നു. ഇപ്പോൾ ശിക്ഷയുടെ കാര്യത്തിൽ ക്ലാരിറ്റി വന്നു. അത് ഇനി എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ കൊണ്ടുപോകുന്നതിനായുള്ള പോലീസ് വാഹനമൊക്കെ ഇവിടെ വന്ന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിധിപ്പകർപ്പ്, അത് വിധി അപ്ലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് നമ്മൾ ഇപ്പോൾ അവിടെ കാണുന്നത്. കോടതി വളപ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് സജോ ദേവസ്യ പങ്കുവയ്ക്കുന്നത്. 40 വയസ്സിന് താഴെയാണ് പ്രതികളുടെ പ്രായം എന്നതുകൂടി പരിഗണിച്ചാണ് അവർക്ക് ഉള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.